ഹായ് ഓൾ, നമ്മൾ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇത് അതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി നമുക്ക് പറയാനുള്ളത് 12th ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ജോമെട്രിക്കൽ ഐസോമേഴ്സിൻ്റെ നമ്പറാണ്. തന്നിരിക്കുന്ന കോംപ്ലക്സിന് എത്ര ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന കോംപ്ലക്സ് എന്ന് പറയുന്നത് കൊബാൾട്ടിന്റെ ഒരു കോംപ്ലക്സ് ആണ്. അതായത് CONH3 ത്രൈസ് NO2 ത്രൈസ് എന്ന് പറയുന്ന കോംപ്ലക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ജോമെട്രിക്കൽ ഐസോമേഴ്സിൻ്റെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം, ഇങ്ങനൊരു കോംപ്ലക്സ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇതിനെ വരച്ചു നോക്കാം എന്നുള്ളത് നമുക്കൊന്നെങ്കിൽ ഇങ്ങനെ വരയ്ക്കാമല്ലോ. NH3നെ ഇങ്ങനെ കൊടുത്തിട്ട് NO2 ആണ് ഇവിടെ. NO2 വരുന്നു. ഇവിടെയും ഒരു NO2 വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ അമോണിയനെയോ അല്ലെങ്കിൽ NO2നെയോ ട്രാൻസ് ആയിട്ട് കൊടുത്തിട്ടും നമുക്ക് ഒരു കോംപ്ലക്സിനെ വരയ്ക്കാനായിട്ട് പറ്റും. NO2 NH3 NO2. അപ്പോൾ ഈ രണ്ട് രീതിയിൽ മാത്രമേ നമുക്ക് ഇതിനെ വരയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ. അല്ലാതെ തന്നെ നമുക്കറിയാം, ഒരു ഒക്ടാഹീഡ്രൽ കോംപ്ലക്സ് തന്നു കഴിഞ്ഞാൽ അതിന് എത്ര ജോമെട്രിക്കൽ ഐസോമേഴ്സ് കാണും? സിസും ട്രാൻസുമാണ് അല്ലേ. ഇങ്ങനെ രണ്ട് ലിഗാൻഡ്സ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സിസ് ട്രാൻസ് അങ്ങനെ രണ്ട് ജോമെട്രിക്കൽ ഐസോമേഴ്സ് ആണ് അവിടെ പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 4 ഡി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏത് കോൺഫിഗറേഷനിലാണ് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ കാണിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ കാണിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരണം? ഇലക്ട്രോണിക് അസിമെട്രി ഉണ്ടാവണം. ഇലക്ട്രോണിക് അസിമെട്രി വരുന്ന കോംപ്ലക്സസിന്റെ കേസിലാണ് അവിടെ എന്തുണ്ടാവുന്നത്? ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ ഉണ്ടാവുന്നത് അല്ലെ. ജോമെട്രിയിൽ ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് D3 ആണ്. നമുക്കറിയാം, ഒരു ഒക്ടാഹീഡ്രൽ കോംപ്ലക്സിന്റെ കേസിൽ അവിടുത്തെ ഡി ഓർബിറ്റൽസ്, ഡീജനറേറ്റ് ആയിട്ടിരിക്കുന്ന ഡി ഓർബിറ്റൽസ് ഒരു ലിഗാൻഡ് വരുന്ന സമയത്ത് 2 എനർജി ലെവൽസിലേക്കാണ് സ്പ്ലിറ്റ് ആവുന്നത്. T2Gയും EGയും അങ്ങനെ രണ്ടായിട്ടാണ് സ്പ്ലിറ്റ് ആവുന്നത് നമുക്കറിയാം. EGയിൽ 2 ഓർബിറ്റൽസ് ആണ് വരുന്നത്. T2Gയിൽ ട്രിപ്ലി ഡീജനറേറ്റ് ആണ്, 3 ഓർബിറ്റൽസ് ആണ് വരുന്നത് ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ D3യുടെ കേസിൽ നമുക്ക് എങ്ങനെ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാനായിട്ട് പറ്റും? T2G EG എന്ന് പറയുന്ന 2 എനർജി ലെവൽസ് ഉണ്ടെങ്കിൽ D3 ആണെങ്കിൽ T2Gയിൽ എല്ലാം ഓരോ ഇലക്ട്രോൺസ് വെച്ചിട്ട് അങ്ങനെ 3 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഇനി D6 ലോ സ്പിൻ വരുന്ന കേസിൽ നമുക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യാൻ പറ്റുക? T2G EG ഉണ്ടെങ്കിൽ ലോ സ്പിൻ ആണ്, അതായത് പെയറിംഗ് നടക്കുന്നു എന്നാണ് അല്ലെ മീനിങ്. അപ്പൊ നമുക്ക് ഇങ്ങനെ D6 ഇങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇനി അടുത്ത D7 നോക്കാം. D7 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ഹൈ സ്പിൻ കേസ് ആണ്. ഇനി ലോ സ്പിൻ കേസ് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഇങ്ങനെയാണല്ലോ. T2Gയിൽ 6ഉം EGയിൽ 1ഉം വരും അല്ലെ. ഇങ്ങനെ 2 രീതിയിൽ എഴുതാം. ഞാൻ 2 രീതിയിൽ എഴുതാൻ കാര്യം ഇവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല. D7 ഹൈ സ്പിൻ ആണോ ലോ സ്പിൻ ആണോ എന്ന് പറഞ്ഞിട്ടില്ല. ഇനി അടുത്ത D5 ആണ് പറഞ്ഞേക്കുന്നത്. D5 ഹൈ സ്പിൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഇങ്ങനെയാണല്ലോ എഴുതാൻ പറ്റുക അല്ലെ. ഇവിടെ നോക്കിക്കേ, ഏത് കേസിലാണ് ഇലക്ട്രോണിക് അസിമെട്രി വരുന്നത്? അതായത് അസിമെട്രിക്കലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് വരുന്നത് ഏത് കേസിലാണെന്ന് നോക്കിക്കേ. D3യുടെ കേസിൽ T2Gയിലെല്ലാം തന്നെ ഓരോ ഇലക്ട്രോൺസ് വെച്ചിട്ടാണ് ഫില്ലായിരിക്കുന്നത് അല്ലെ. ഓരോ ഇലക്ട്രോൺസ് വെച്ചിട്ടല്ലേ. അപ്പൊ അവിടെ എന്തെങ്കിലും അസിമെട്രി ഉണ്ടോ? ഇല്ലല്ലോ. എല്ലാം ഒരുപോലെയാണ്, അതായത് സിമെട്രിക് ആയിട്ടാണ് ഇവിടെ ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നോക്കിക്കേ, T2G6 വരുമ്പോഴും ആകെ T2Gയിൽ 3 ഓർബിറ്റൽസ് ആണുള്ളത്. അതിൽ 3ലും 2 ഇലക്ട്രോൺസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതും സിമെട്രിക് തന്നെയാണ്. ഇവിടെയും ഇലക്ട്രോണിക് അസിമെട്രി ഒന്നും തന്നെ ഇല്ല. ഇനി അടുത്ത D5 നോക്കിക്കേ. D5ന്റെ കേസിൽ EGയിൽ 2 ഇലക്ട്രോൺ അല്ലെ. ആകെ 2 ഓർബിറ്റൽസ് ആണ് EGയിലുള്ളത്. അതിൽ 2 ഇലക്ട്രോൺസും T2Gയിൽ 3 ഓർബിറ്റൽസിലായിട്ട് 3 ഇലക്ട്രോൺസും
3 ഇലക്ട്രോൺസും ആണ് ഇരിക്കുന്നത് ആണല്ലോ. അപ്പോൾ ഇവിടെയും എന്താണ് സിമെട്രിക് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമുക്ക് പറയാം. പിന്നെ ഇനി അടുത്ത D7 ഒന്ന് നോക്കിക്കേ. D7ന്റെ കേസിൽ നമ്മൾ ഹൈസ്പിൻ എഴുതിയ സമയത്ത് ഇവിടെ സിമെട്രിക് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ ആണോ വരുന്നത്? T2Gയിൽ ഒരു ഇലക്ട്രോൺ വേണ്ടേ അസിമെട്രിക് ആയിട്ട് ഇരിപ്പുണ്ട് അല്ലേ, അതായത് ഒരു ഇലക്ട്രോൺ ഒറ്റയ്ക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ഒറ്റയ്ക്ക് മീൻസ് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ T2Gയിൽ 3 ഇലക്ട്രോൺസ് വരുമ്പോഴാണ് അത് സിമെട്രിക് ആവുന്നത് അല്ലെ. ഒരാളും കൂടി അല്ലെങ്കിൽ ഇവിടെയും കൂടി ഒരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ, അതായത് ഇതിനകത്തും കൂടി ഒരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ എന്തായി പോവും? അവിടെ അസിമെട്രിക് ആയിട്ടാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ ഇല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. T2Gയിൽ ഇങ്ങനെ ഇവിടെ ഒരു എക്സ്ട്രാ ഇലക്ട്രോണോ അല്ലെങ്കിൽ 2 ഇലക്ട്രോൺസ് എക്സ്ട്രായോ വന്നു കഴിഞ്ഞാൽ അത് അസിമെട്രിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, EG അസിമെട്രിക് ആയിട്ടല്ലേ ഫില്ല് ചെയ്തിരിക്കുന്നത്, ഇവിടെയും അസിമെട്രിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലെ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ സിമെട്രിക് ആയിട്ട് വരുന്നത് D3 സിമെട്രിക് ആണ്, D6 ലോ സ്പിൻ സിമെട്രിക് ആയിട്ടാണ് ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ, D5 ഹൈ സ്പിൻ വരുന്നതും സിമെട്രിക് ആണ്. ആകെ അസിമെട്രി വരുന്നത് ഏത് കേസിൽ മാത്രമേ ഉള്ളൂ? D7ന്റെ കേസിലാണ് എന്ത് വരുന്നത്? അസിമെട്രിക് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അസിമെട്രി മീൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഒന്ന് എഴുതി കാണിക്കാം. T2G 3 എന്ന് വന്നു കഴിഞ്ഞാലോ T2G 6 എന്ന് വന്നാലോ അത് സിമെട്രിക് ആണെന്ന് പറയാം. സിമെട്രിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതുപോലെ T2G3 EG2 എന്ന് വന്നു കഴിഞ്ഞാൽ സിമെട്രിക് ആണ്. T2G6 EG2 എന്ന് വന്നു കഴിഞ്ഞാൽ സിമെട്രിക് ആണ്. ഇനി T2G6ഉം EG4ഉം വന്നാലും സിമെട്രിക് ആണ്. ഇത് ഇത്രയും അല്ലാതെ ഏത് കോൺഫിഗറേഷൻ വന്നാലും നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. T2G4 നോക്കിക്കേ. T2G4 എന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇലക്ട്രോൺ വരുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ അസിമെട്രി ആണ്. ഇത് അസിമെട്രിക് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതുപോലെ തന്നെ T2G3 EG1 എന്ന് വന്നു കഴിഞ്ഞാലോ ഇതും അസിമെട്രിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ നമുക്ക് ഈ 4 കേസസിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? 5 കേസസിൽ നമുക്ക് സിമെട്രിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് പറയാം. അവിടെ എന്ത് കാണില്ല? JT ഡിസ്റ്റോർഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ അസിമെട്രി വരുന്ന കേസിൽ, ഇലക്ട്രോണിക് അസിമെട്രി വരുമ്പോഴാണ് എന്ത് വരുന്നത്? അവിടെ JT ഡിസ്റ്റോർഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് D7 ആണ്. D7 ഹൈ സ്പിൻ വന്നാലും ലോ സ്പിൻ വന്നാലും അവിടെ JT ഡിസ്റ്റോർഷൻ ഉണ്ട്. ഇത് നമ്മുടെ മുന്നേ നടന്നിട്ടുള്ള ഫോറൻസിക് സയന്റിഫിക് ഓഫീസർ അതുപോലെ തന്നെ ഉള്ള ബാക്കി കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള PSC എക്സാംസിന്റെ ഒരു റിസൾട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വരാനിരിക്കുന്ന ഒരുപാട് എക്സാംസ് ഉണ്ടല്ലേ. നമ്മുടെ ജൂനിയർ അനലിസ്റ്റ് ഉണ്ട്, ജൂനിയർ കെമിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ അനലിസ്റ്റ് കേരാഫെഡ്, അങ്ങനെ എല്ലാ കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ള PSC എക്സാംസിന്റെയും കോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റിസൾട്ട്സ്. നിങ്ങൾക്ക് ഈ അച്ചീവ്മെന്റ് ഒക്കെ നേടിയ കുട്ടികളുടെ, ഈ റാങ്ക് ഒക്കെ വാങ്ങിയ ആൾക്കാരുടെ ഇന്റർവ്യൂസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജസ്റ്റ് അത് കണ്ടു കഴിഞ്ഞാൽ അവര് എടുത്തിട്ടുള്ള സ്ട്രഗിൾസ് അതുപോലെ തന്നെ അവരെടുത്തിട്ടുള്ള ഓരോ സ്റ്റെപ്സ് നമുക്ക് അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് Mn2+ അയോണിന്റെ ഹൈ സ്പിൻ ആൻഡ് ലോ സ്പിൻ കേസസിലുള്ള മാഗ്നറ്റിക് മൊമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്പിന്നുള്ളി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇപ്പൊ സ്പിന്നുള്ളി മാഗ്നറ്റിക് മൊമെന്റ് μs എന്നാണ് നമ്മൾ എഴുതുന്നത്. അതിന്റെ ഇക്വേഷൻ എന്താണ്? √n × n+2 എന്നാണ് അല്ലെ. അതിൽ n എന്ന് പറയുന്നത് അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ എണ്ണമാണ്, നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണല്ലോ. ഇതൊക്കെ നമുക്കറിയാം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. Mn2+ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്? D5 ആണ് അല്ലെ.
നമുക്കറിയാം മാംഗനീസ് എന്ന് പറയുമ്പോൾ 4s2 3d5 ആണ് വരുന്നത്. Mn2+ എന്ന് പറയുമ്പോൾ എസിനകത്തുള്ള 2 ഇലക്ട്രോൺസ് പോയിട്ട് നമുക്ക് 3d5 എന്നാണ് കിട്ടുന്നത്. D5 നമ്മൾ ഹൈ സ്പിൻ കേസ് ആണ് പറയുന്നത് അല്ലെ. ഹൈ സ്പിൻ കേസിൽ നമ്മൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യുക? ഇങ്ങനെയാണല്ലോ, എല്ലാം അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 5 ആണ്. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കുമ്പോൾ √5 × 7 √35 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്രോക്സിമേറ്റ്ലി നമുക്ക് 5.9 സംതിങ് എന്ന് കിട്ടും. 5.9 ബോർ മാഗ്നറ്റോൺ എന്ന് കിട്ടും. ഇപ്പൊ തന്നെ നമുക്ക് ആൻസർ ഓപ്ഷൻ എ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞു. വേറെ എവിടെയും 5.92 എന്ന് പറയുന്ന ഒരു ആൻസർ ഇല്ല. ഇനി നമുക്ക് ഹൈ സ്പിന്നും കൂടി ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. Mn2+ D5 ആണല്ലോ ഹൈ സ്പിൻ, ലോ സ്പിൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? ലോ സ്പിൻ കേസിൽ നമ്മൾ ഇങ്ങനെയാണല്ലേ ഫില്ല് ചെയ്യുക. T2Gയിൽ എത്ര ഇലക്ട്രോൺസ് വരുന്നു? T2Gയിൽ 5 ഇലക്ട്രോൺസ് വരുന്നു. അപ്പോൾ ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം 1 ആണ്. സോ mu is equal to √1 × 3 എന്നാണ് വരുന്നത്. √3 കിട്ടും ആൻസർ. 1.73 ബോർ മാഗ്നറ്റോൺ എന്നാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഓർ ഓഫ് ലെഡ്? മെറ്റലർജിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മെറ്റലർജിയിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഓർസ് അവരുടെ ഫോർമുല അല്ലെങ്കിൽ അവരുടെ പേര് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലെഡിന്റെ ഓർ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് നോക്കാം. പൈറോലൂസൈറ്റ് എന്ന് പറയുന്നത് MnO2 ആണ്. MnO2. അപ്പോൾ ഇത് എന്തിന്റെ ഓറാണ്? ലെഡിന്റെ ഓർ അല്ലല്ലോ, മാംഗനീസിന്റെ അല്ലേ. അപ്പോൾ MnO2 പൈറോലൂസൈറ്റ് എന്ന് പറയുന്നത് മാംഗനീസിന്റെ ഓറാണ്. അപ്പൊ അതല്ല നമ്മുടെ ആൻസർ. ഇനി സ്വെലറൈറ്റ് എന്ന് പറയുന്നത് സിങ്ക് സൾഫൈഡ് ആണ്. അത് സിങ്കിന്റെ ഓറാണ്. ബോക്സൈറ്റ് നമുക്കറിയാം അലൂമിനിയത്തിന്റെ ഓറാണ് അല്ലെ. അലൂമിനിയത്തിന്റെ ഓറാണ് ബോക്സൈറ്റ്. ഗലന എന്ന് പറയുന്നത് PbS ആണ്. അപ്പോ അതല്ലേ നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോ എന്താണ്? ലെഡിന്റെ ഓർ എന്ന് പറയുന്നത് ഗലനയാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി വേണമെങ്കിൽ തന്നിരിക്കുന്ന ഓർസിൽ ഏതാണ് സൾഫൈഡ് ഓർ, ഏതാണ് ഓക്സൈഡ് ഓർ, അല്ലെങ്കിൽ ഏതാണ് കാർബണേറ്റ് ഓർ, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഓറുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റൽസിന്റെ ഓറുകൾ അവരുടെ ഫോർമുല അത്യാവശ്യം പഠിച്ചു വെച്ചിരിക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതും മെറ്റലർജിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അലൂമിനിയത്തിന്റെ അലൂമിനിയത്തിന്റെ എക്സ്ട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അലൂമിനിയത്തിന്റെ ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ നമുക്കറിയാം. ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ നടത്തുന്നത്, അതായത് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ വെച്ചുകൊണ്ട് റിഫൈനിങ് നടത്തുന്നത്. ആകെ നമ്മുടെ S ബ്ലോക്ക് എലമെന്റ്സിന്റെ റിഫൈനിങ് എങ്ങനെയാണ്? ഇലക്ട്രോളിസിസ് വഴിയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ അലൂമിനിയത്തിന്റെയും ഇവരുടെ മാത്രമേ ഉള്ളൂ ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ വഴി നമ്മൾ എന്ത് ചെയ്യുന്നത്? റിഫൈനിങ് നടത്തുന്നത്. അപ്പോൾ അലൂമിനിയത്തിന്റെ കേസിൽ നമ്മൾ ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ ഓഫ് അലൂമിനിയത്തിന്റെ കേസിൽ നമ്മൾ അലൂമിനിയത്തിന്റെ ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ. ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പേര് ക്രയോലൈറ്റ് എന്നാണ്. ക്രയോലൈറ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ്. ക്രയോലൈറ്റ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് മാത്രം അല്ല ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ അലൂമിനിയം ഉണ്ടല്ലോ, ബോക്സൈറ്റ് ഉണ്ടല്ലോ, അതിന്റെ ബോക്സൈറ്റിൽ നിന്ന് നമുക്ക് ആദ്യം അലൂമിനിയം ഓക്സൈഡ് കിട്ടുന്നുണ്ട്. അതിനെ എടുത്തിട്ടാണല്ലോ നമ്മൾ റിഫൈനിങ് അല്ലെങ്കിൽ ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ നടത്തുന്നത്. ഈ അലൂമിന എടുത്തിട്ടാണ്. അപ്പൊ ഇതിന് ഹൈ ബോയിലിംഗ് പോയിന്റ് ആയതുകൊണ്ട് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായതുകൊണ്ട് ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രയോലൈറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. ടു ലോവർ ദ മെൽറ്റിംഗ് പോയിന്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രയോലൈറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതും ക്രയോലൈറ്റ് ആണ്. ഇനി അലൂമിന എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ ഇലക്ട്രോളിറ്റിക് റിഡക്ഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അലൂമിനിയത്തിന്റെ ഇലക്ട്രോളിറ്റിക് റിഡക്ഷന് വേണ്ടിയിട്ട് അലൂമിനിയാണ് യൂസ് ചെയ്യുന്നത്. അതിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ബോയിലിംഗ് പോയിന്റ് അല്ല, തെറ്റിപ്പോയതാണ്. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായതുകൊണ്ട് അതിന്റെ മെൽറ്റിംഗ് പോയിന്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ആൾ ആരാണ് എന്ന് ചോദിച്ചാലും ആൻസർ ക്രയോലൈറ്റ് എന്ന് തന്നെയാണ് എഴുതേണ്ടത്. ക്രയോലൈറ്റിന്റെ ഫോർമുല വരുന്നത് Na3Al F6 എന്നാണ് ക്രയോലൈറ്റിന്റെ ഫോർമുല.
അപ്പോൾ ഈ അലൂമിനിയത്തിന്റെ ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ ഒരു പേര് നമ്മൾ പറയും. ആ ഒരു